നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാമുകനെ വിഷം കൊടുത്തു കൊലപ്പെടുത്തിയ ഗ്രീഷ്മയോടുള്ള മലയാളികളെ കലപ്പ് വധശിക്ഷ വിധിച്ചിട്ടും തീരുന്നില്ല. ഇരു കൈയും നീട്ടിയാണ് വധശിക്ഷ നൽകാനുള്ള കോടതി തീരുമാനത്തെ മലയാളികൾ സ്വീകരിച്ചത്. വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പ്രതിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ പൊതുസമൂഹം അതിൽ തൃപ്തരാകുമായിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഹ്ലാദ പ്രകടനവും നീതി നടപ്പായതിന്റെ ആശ്വാസത്തിലുമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പൈശാചിക മനസ്സുള്ള യുവതിയെന്നാണ് ഗ്രീഷ്മയെ പ്രോസിക്യൂഷൻ വിശേഷിപ്പിച്ചത്. ഇത് കോടതി അംഗീകരിച്ചതിന്റെ തെളിവാണ് പ്രതിഭാഗം നിർത്തിയ ഒരു വാദവും അംഗീകരിക്കാതെയുള്ള വിധി. കടുത്ത ഭാഷയിലാണ് ഗ്രീഷ്മയെ മലയാളികൾ വിമർശിക്കുന്നത്. മനുഷ്യന്റെ രൂപമുള്ള പൈശാചിക ജന്മമെന്നായിരുന്നു നിരവധി പേർ വിശേഷിപ്പിച്ചത്. ശിക്ഷ വിധിച്ചതിനു ശേഷമുള്ള സമൂഹമാധ്യമ പോസ്റ്റുകളിലൊന്നിൽ ഒരു ഉപയോക്താവ് പറയുന്നത്, ജയിലിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗ്രീഷ്മയെ അടുക്കളയുടെ ഭാഗത്തേക്ക് അടുപ്പിക്കരുതെന്നാണ്. ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് ജയിലിൽ ലഭിച്ചതും 1-ാം നമ്പർ തന്നെയാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ ഇക്കൊല്ലത്തെ ആദ്യ തടവുകാരിയാണ് ഗ്രീഷ്മ. 1/2025 എന്ന നമ്പറാണ് ഗ്രീഷ്മയ്ക്ക് നൽകിയത്. ജയിലിലെ 14-ാം ബ്ലോക്കിൽ 11-ാം നമ്പർ സെല്ലിൽ 2 റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ 24-ാമത്തെ തടവുകാരിയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരെ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കണമെന്നായിരുന്നെങ്കിലും അപ്പീൽ സാഹചര്യമുള്ളതുകൊണ്ട് അതുണ്ടാകാറില്ല. വിചാരണക്കാലത്തും ഗ്രീഷ്മയെ ഇതേ സെല്ലിൽ തന്നെയായിരുന്നു പാർപ്പിച്ചിരുന്നത്. എന്നാൽ സഹതടവുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് കഴിഞ്ഞ ദിവസം കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ് വിധിച്ചു. 2 ലക്ഷം രൂപ പിഴയൊടുക്കണം. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് വിധി പറഞ്ഞത്. 2022 ഒക്ടോബർ 14-നാണ് ഗ്രീഷ്മ കാമുകനായ പാറശാല മുരിയങ്കര JP ഹൌസിൽ ഷാരോൺ രാജന് കഷായത്തിൽ വിഷം കലർത്തി നൽകിയത്. സൈനികനുമായുള്ള നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സമുണ്ടാകുമെന്ന് കണ്ട് ഷാരോണിനെ വധിക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുകയായിരുന്നു. ഗ്രീഷ്മയുടെ ശ്രമങ്ങൾക്ക് അമ്മയും അമ്മാവനും ഒത്താശ ചെയ്തെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഒക്ടോബർ 25-നായിരുന്നു ഷാരോണിന്റെ മരണം. തിരുവനന്തപുരം റൂറൽ SP ആയിരുന്ന D ശില്പയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് കേസ് അന്വേഷിച്ചത്. ഒക്ടോബർ 14-നായിരുന്നു കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. തമിഴ്നാട് പളുകലിലുള്ള വീട്ടിൽ വെച്ചാണ് ആൺ സുഹൃത്തായിരുന്ന ഷാരോണ് കഷായത്തിൽ വിഷം കലക്കി നൽകിയത്. ശാരീരിക അസ്വാസ്ഥ്യം നേരിട്ടതോടെ ഷാരോനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിവസങ്ങളോളം ജീവന് വേണ്ടി പൊരുതിയ ഷാരോൺ ഒടുവിൽ ഒക്ടോബർ 25-ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വിഷം നൽകി കൊലപ്പെടുത്താനായി ഗ്രീഷ്മ ഗവേഷണം നടത്തിയെന്നും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മയ്ക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്നുമാണ് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധിയിൽ കോടതി വ്യക്തമാക്കുന്നത്. ഇതിനുള്ള ആദ്യ ശ്രമമായിരുന്നു പാരസെറ്റമോൾ ജ്യൂസിൽ കലക്കി നൽകിയത്. അളവിൽ കൂടുതൽ ഗുളിക ജ്യൂസിൽ കലർത്തിയാൽ മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ 23 പ്രാവശ്യം മൊബൈലിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്തുവെന്നും ആദ്യ വധശ്രമം പരാജയപ്പെട്ടപ്പോൾ അതേ രീതി വീണ്ടും പരീക്ഷിച്ചുവെന്നും കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു. കല്യാണ നിശ്ചയം കഴിഞ്ഞ ശേഷം ഷാരോണിനെ ഒഴിവാക്കാൻ പല ശ്രമങ്ങളും ഗ്രീഷ്മ നടത്തിയെങ്കിലും ഷാരോൺ വഴങ്ങിയില്ല. ഇതോടെ മറ്റു വഴികളില്ലാതെ ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.